യെസ്, എന്തായാലും നമുക്ക് ജയിക്കിനോട് ആ കാര്യം കൂടെ ചോദിക്കാം. ജയിക്ക, ഇപ്പോൾ പി കെ ഫിറോസ് സംസാരിക്കുന്നത് കേട്ടു കാണുമല്ലോ. അപ്പോൾ അവർ പറയുന്നത് സ്വാഭാവികമായിട്ടും ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അവരും അതിന്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ദുരന്തബാധിതരുടെ ഒരു പുനരധിവാസം, അവർക്ക് ആശ്വാസം നൽകുക എന്നുള്ളതാണ്. അതിന് പലതരത്തിലുള്ള സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് സർക്കാർ അതിനെ വൈകിപ്പിക്കുന്നു എന്നൊരു ആരോപണം അവർ പങ്കുവെക്കുന്നു. ഈ തോട്ടഭൂമിയൊക്കെ ഈസ് ചെയ്ത് അതിലൊക്കെ ഇളവ് ചെയ്തു കൊടുക്കാൻ സർക്കാരിന് കഴിയും. അതിനൊരു അൾട്ടിമേറ്റ് ലക്ഷ്യത്തെങ്കിലും മാനിച്ചുകൊണ്ട് അത്തരം നീക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നില്ല. മാത്രമല്ല, ബോധപൂർവം തങ്ങൾക്ക് മുൻപായി അത്തരം ഒരു പരിപാടി മറ്റാരും പൂർത്തിയാക്കേണ്ട എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കൂടിയുള്ള അവരുടെ ആരോപണങ്ങൾക്ക് താങ്കൾക്ക് മറുപടി ഉണ്ടോ ജയിക്ക്? ഞാനിപ്പോ അദ്ദേഹം സൂചിപ്പിച്ച എല്ലാ ആരോപണങ്ങളുടെയും സൂക്ഷ്മതയിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതാണല്ലോ, തുടർന്നും അങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രീസിഡൻസ് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. ഇപ്പോൾ നമ്മൾ തുടക്കഭാഗത്ത് പറഞ്ഞല്ലോ, 2018 മുതൽ ഇങ്ങോട്ട് നമുക്ക് ചെറുതല്ലാത്ത പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ നമുക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ആ അനുഭവങ്ങൾ മുൻനിർത്തി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു ഉദാഹരണം, ഞങ്ങൾക്കൊക്കെ നേരിട്ട് അനുഭവമുണ്ട് എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഉദാഹരണം, നമ്മുടെ കാഞ്ഞിരപ്പള്ളിക്ക് സമീപമുള്ള മുണ്ടക്കയം കൂട്ടിക്കൽ പ്രദേശത്ത് അതിദാരുണമായ ഇത്തരമൊരു ദുരന്തമുണ്ടായി. അല്പനാളുകൾക്ക് പുറകിൽ അനേകം ആളുകൾ മരണപ്പെട്ടു. ഇത്രത്തോളം ഇല്ലെങ്കിലും അനേകം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. ഒരു ഭൂപ്രദേശമാകെ പൊട്ടിയൊലിച്ചു പോകുന്നതിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചതാണ്. കൂട്ടിക്കലിലേക്ക് ഇതേപോലെ വിവിധ വിഭാഗം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ, പ്രതിനിധികൾ, നേതൃത്വം, സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ, മതസാമുദായിക സംഘടനകളുടെ പ്രതിനിധികൾ ഒക്കെ വന്നു. അവിടെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു അനുഭവം, സർക്കാർ ഇതേപോലെ ഒരു വലിയ പുനരധിവാസ പദ്ധതി, അതിനുള്ള സാധ്യത ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അത്തരമൊരു പദ്ധതികൾക്കായിരുന്നില്ല സർക്കാർ അവിടെ നേതൃത്വമായത്. അപ്പോൾ വിവിധ സംഘടനകൾ ഇതേപോലെ സഹായം പ്രഖ്യാപിച്ചു, വിവിധ സംഘടനകൾ വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചു. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ SDPI ഉൾപ്പെടെ, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ, സംഘപരിവാർ സംഘടനകൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ ഏറെയും കുറഞ്ഞും എണ്ണത്തിൽ അവരവരുടെ സാധ്യതയ്ക്കനുസരിച്ച് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിനോടകം. നിങ്ങൾ മീഡിയ മണ്ട കോട്ടയത്തെ ചുമതലയുള്ള മാധ്യമ പ്രവർത്തക സംഘത്തോടൊന്ന് പറയണം, ആ കൂട്ടിക്കൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് 25 വീടടങ്ങുന്ന ഒരു വലിയ പാക്കേജാണ് കോട്ടയം ജില്ലയിലെ CPIMന്റെ പാർട്ടി ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് സംഘടനയും, അത് ജമാഅത്തെ ഇസ്ലാമി, SDPI, സംഘപരിവാർ ഉൾപ്പെടെ വിവിധ സംഘടനകൾ ഇത്തരത്തിലുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ ഏറെയും കുറഞ്ഞും പ്രഖ്യാപിച്ചു. അതൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രാദേശിക സർക്കാരുകൾ, സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തു കൊടുത്ത് നിങ്ങൾ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് കൊടുക്കുക, അത്തരമൊരു അനുഭവമുണ്ടോ? എവിടെയും ഉണ്ടായിട്ടില്ല. ഞാൻ അഭിമാനത്തോടു കൂടെ പറയും, ഇത്തരത്തിലുള്ള ഭവന നിർമ്മാണ പദ്ധതികളുടെ ഭാരിച്ച ചുമതല ഞങ്ങൾ ഏറ്റെടുത്തോടൊപ്പം സ്വന്തമായി 25 വീടുകളുള്ള ഒരു വലിയ നഗർ അവിടെ പണിതുയർത്തുമ്പോൾ ആ 25 വീടുകൾക്ക് വേണ്ട സ്ഥലം അത്രയും കോട്ടയത്തെ CPIMന്റെ പാർട്ടി ജില്ലാ കമ്മിറ്റി വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് സമാഹരിച്ച പണം കൊണ്ട് വില കൊടുത്ത് വാങ്ങുകയാണ് ചെയ്തത്. ആ വാങ്ങിയത് 40,000 രൂപയ്ക്ക് കിട്ടേണ്ട ഭൂമി 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഏർപ്പാടല്ല ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് ഇവിടെയുമല്ല. ആ പച്ച അഴിമതി നാട്ടുകാരുടെ മുമ്പാകെ കയ്യോടുകൂടെ പിടിക്കപ്പെട്ടപ്പോൾ ഒരു കാരണവശാലും ഇന്നയോളമുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ തോട്ടഭൂമി മറ്റൊരാവശ്യത്തിനായി ഉപയോഗിക്കാൻ നിയമ തടസ്സം, ഇതിനെക്കുറിച്ച് അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള ഏത് മനുഷ്യനും അറിയാമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇത്തരം കോപ്രായങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് അത് CPIM ആണ്, അത് ഇടതുപക്ഷമാണ്, ഞങ്ങളെ അനങ്ങാൻ വിടുന്നില്ല, ഞങ്ങളുടെ ഭൂമി നിർമ്മിക്കാൻ സമ്മതിക്കുന്നില്ല, ഞങ്ങളുടെ വീടിന് മുകളിൽ കട്ട വെക്കാനും സിമന്റ് കോരിയിടാനും മണൽ നൽകാനും സമ്മതിക്കുന്നില്ല, CPIM ഞങ്ങളെ ഇങ്ങനെ വേട്ടയാടി പിടിക്കുകയാണെന്ന് പറഞ്ഞാൽ അന്തസ്സുള്ളവർക്ക് അല്പം നാണം തോന്നും. അത്രമാത്രം ഞാനിതിൽ പറയുന്നുള്ളൂ. ഇത് പറഞ്ഞ DYFI 25 വീട് പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ തൊട്ട് പുറകെ വന്ന മറ്റൊരു പ്രഖ്യാപനമുണ്ട്, ഞങ്ങൾ 30 വീട് നൽകും. സ്വാഗതാർഹമാണ്. ആരും ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് വീട് വെച്ച് നൽകുന്നതും ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതും വാഹനം വാങ്ങി നൽകുന്നതും അവരെ സഹായിക്കുന്നതും അവരുടെ തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് മറ്റ് സഹായ സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ആരും ചെയ്താലും അത് സ്വാഗതാർഹമാണ്. പക്ഷെ എവിടെ പോയി? നിങ്ങൾ ഇടതുപക്ഷത്തെ സാധാരണഗതിയിൽ സൂക്ഷ്മമാവനി കൊണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ആ യന്ത്രങ്ങൾ വെച്ച്, അതിൻ്റെ 4/1 വലിപ്പമുള്ള യന്ത്രങ്ങൾ വെച്ച് ലീഗിൻ്റെ ഭൂമി രജിസ്ട്രേഷനെ സംബന്ധിച്ച്, അവിടെയുള്ള ഭൂമിയുടെ ന്യായവിലയെ സംബന്ധിച്ച്, എന്തുകൊണ്ട് തോട്ടഭൂമിയിൽ വീട് നിർമ്മിക്കാൻ കഴിയുന്നില്ല എന്ന CPIMന്റെ അതിഭീമാകാരമായ വേട്ടയാടലിനെ സംബന്ധിച്ച് നിങ്ങളൊരു സ്റ്റോർ ചെയ്യണം. DYFI 25 പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ 30 പണിയുമെന്ന് പ്രഖ്യാപിച്ചവർ പിരിച്ചുകൂട്ടിയ പണത്തെ സംബന്ധിച്ച്, എല്ലാ ജില്ലയിലും ഇതിനോടകം നടപടി ഏറ്റുവാങ്ങേണ്ട വന്ന വയനാട് തട്ടിപ്പിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ച് ഞാൻ പറയുന്നു, CPIMനെ അളക്കാൻ ഉപയോഗിക്കുന്ന കോലിന്റെ 4/1 വലിപ്പം വേണ്ട, അതിനേക്കാൾ വലിയൊരു കോലുകൊണ്ട് നിങ്ങളൊന്ന് അളന്ന് കേരളത്തിലെ ജനങ്ങളോടൊന്ന് വിശദീകരിക്കണം. ഇത് വയനാടിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ നൽകിയ പണമല്ലേ?
അത് തട്ടിച്ചവന്മാരെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം എന്താ? അവരോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താ? ദുരന്തമുഖത്ത് മറ്റൊരു ദുരന്തമായി മാറാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ജീവിതങ്ങളായി ഇവരിൽ പലരെയും നമുക്ക് വിലയിരുത്തേണ്ടതായി പി കെ ഫിറോസും ശംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനും പറഞ്ഞത് ലീഗിന്റെ ഭൂമിയുടെ കാര്യത്തിൽ അടുത്ത ആഴ്ചയോടുകൂടി ഒരു നിർണായക തീരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നു. അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ ഏറെക്കുറെ പൂർത്തിയായി എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഈ തോട്ടഭൂമിയോട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിപ്പോ ഭൂമിയുടെ കാര്യത്തിൽ നമ്മുടെ സർക്കാർ ടൗൺഷിപ്പ് വരുന്ന പദ്ധതിക്കും തുടക്കത്തിൽ ഭൂമിയുടെ തടസ്സവാദങ്ങളുണ്ടെന്ന് കോടതിയിലേക്ക് പോയതിനു ശേഷമാണ് അത് പരിഹരിക്കപ്പെട്ടതെന്നൊരു ന്യായം ലീഗും കോൺഗ്രസും ഒക്കെ നിരത്തുന്നുണ്ട്. അപ്പോൾ അത്